26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. EPF പെൻഷൻ സ്കീമിലെ മിനിമം പെൻഷൻ 1000 രൂപയിൽ നിന്ന് 7500 രൂപയായി ഉയർത്തുന്നതിനുള്ള ആവശ്യം കേന്ദ്ര സർക്കാർ പരിഗണിച്ചേക്കാം. ഇതിനിടെ പഴയ EPS 1995 പദ്ധതിക്ക് പകരമായി നവീകരിച്ച EPS 2026 പദ്ധതി സർക്കാർ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. പെൻഷൻ കണക്കാക്കുന്ന പഴയ ഫോർമുല തന്നെയാണ് പുതിയ പദ്ധതിയിലും തുടരുക. EPF പെൻഷൻ സ്കീമിലെ മിനിമം പെൻഷൻ 1000 രൂപയിൽ നിന്ന് 7500 രൂപയായി ഉയർത്തുന്നതിനുള്ള ആവശ്യം കേന്ദ്ര സർക്കാർ പിന്നീട് പരിഗണിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇതിനിടെ പഴയ EPS 1995 പദ്ധതിക്ക് പകരമായി നവീകരിച്ച EPS 2026 പദ്ധതി സർക്കാർ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. ഡിജിറ്റൽ ഇടപാടുകൾക്കും വേഗത്തിലുള്ള ക്ലെയിം തീർപ്പാക്കലിനും പ്രാധാന്യം നൽകുന്ന പുതിയ പദ്ധതിയിലും പെൻഷൻ കണക്കാക്കുന്ന രീതിയിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. മിനിമം പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട് തൊഴിലാളി സംഘടനകളുടെ ആവശ്യവും സർക്കാരിന്റെ നിലപാടും ഇപ്രകാരമായിരുന്നു. EPS 95 നാഷണൽ അജിറ്റേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മിനിമം പെൻഷൻ 7500 രൂപയായി ഉയർത്തണമെന്നും DA അനുവദിക്കണമെന്നുമായിരുന്നു പ്രധാന ആവശ്യം. എന്നാൽ ഫണ്ടിന്റെ സ്ഥിരതയും ഭാവിയിലെ ബാധ്യതകളും പരിശോധിച്ച ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനാകൂ എന്നാണ് തൊഴിൽ സഹമന്ത്രി ശോഭ കരന്ത്ലാജെ ലോക്സഭയിൽ വ്യക്തമാക്കിയിരുന്നത്. നിലവിൽ 1000 രൂപ മിനിമം പെൻഷൻ ഉറപ്പാക്കാൻ സർക്കാർ ബജറ്റ് വിഹിതം നൽകുന്നുമുണ്ട്. ജൂലൈ മുതൽ പ്രാബല്യത്തിൽ വന്ന EPS 2026 പദ്ധതി കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി 2020 കീഴിലാണ് വിജ്ഞാപനം ചെയ്തിരിക്കുന്നത്. അപേക്ഷ സമർപ്പിച്ച് 20 ദിവസത്തിനുള്ളിൽ പെൻഷൻ ക്ലെയിമുകൾ തീർപ്പാക്കണമെന്നും വൈകിയാൽ 12% പലിശ നൽകണമെന്നും പുതിയ പദ്ധതി വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. കൂടാതെ തൊഴിലാളികൾക്കായി ഡിജിറ്റൽ റിപ്പോർട്ടിംഗ് സംവിധാനങ്ങളും ഉയർന്ന പെൻഷൻ നൽകുന്നതുമായ വ്യവസ്ഥകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പെൻഷൻ കണക്കാക്കുന്ന പഴയ ഫോർമുല തന്നെയാണ് പുതിയ പദ്ധതിയിലും തുടരുന്നത്. അതായത് പ്രതിമാസ പെൻഷൻ എന്ന് പറയുന്നത് പെൻഷനബിൾ ശമ്പളം ഇൻറ്റു പെൻഷനബിൾ സേവനം തന്നെയാണ്. അതിനെ 70 കൊണ്ട് ഹരിക്കും. ഈ ഒരു രീതി തന്നെയാണ് ഇപ്പോഴും പിന്തുടരുന്നത്. ഇതിനായി വിരമിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള 60 മാസത്തെ ശമ്പളത്തിന്റെ ശരാശരിയാണ് പെൻഷനബിൾ ശമ്പളമായി പരിഗണിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.